അവിടെ കടന്ന് കുറെ വീഡിയോ എടുക്കാനും അങ്ങനത്തെ ആ ലെവലിൽ പോയിട്ട് വെറുതെ പ്രശംസ എന്നുള്ള ഒരു സംഭവം എന്താണ് കേണൽ എന്നുള്ള ഒരു ഇത് ആൾക്കാർ ഉണ്ണി കാണിക്കാനുള്ള ഒരു അവസരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടേതായ ഒരു ഇഷ്ടത്തിൽ പോയതായിരിക്കും. ഇന്നത്തെ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോഹൻലാൽ അങ്ങനെ എത്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 കോടി രൂപ സംഭാവന ചെയ്തു. പക്ഷെ മോഹൻലാലിന്റെ പേരിലല്ലോ സംഭാവന ചെയ്തു. അവനൊരു ചാരിറ്റി ട്രസ്റ്റ് പേരിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മോഹൻലാലിന് എത്തിയതിനെ കുറിച്ച് പലർക്കും പല രീതിയിൽ അഭിപ്രായം ഉണ്ട്. അതായത് മോഹൻലാൽ ആ യൂണിഫോം ഇട്ടിട്ട് എത്തിയിട്ട് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിട്ട് എത്തിയത്, അതായത് ആളാവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പ്രശംസ നേടാൻ വേണ്ടിട്ട്. ഫിലിം ആക്ടർ മോനെ ഞാൻ പറയട്ടെ, ഒരാളൊരു നന്മ ചെയ്യുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക വേണ്ടത്. എത്രയോ പേര് കൊടുക്കാത്തവരുണ്ട്, അപ്പൊ ഒരാളെങ്കിലും കൊടുക്കുന്നവരെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും. നമ്മുടെ നല്ല കാര്യം. എത്രയോ കുഞ്ഞുങ്ങളാണ് മരിച്ചുപോയെ, അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ട്. ഡ്രസ് ഇടുന്നത് അവരവരുടെ ഇഷ്ടമല്ലേ, അത് എന്തും ആയിക്കോട്ടെ, ഒരു വ്യക്തി കൊടുത്തില്ലേ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അല്ല, ഇപ്പൊ ഇന്ന അഭിപ്രായമല്ല, കമന്റ്സിലൂടെ പലരും പറഞ്ഞ അഭിപ്രായം. കമന്റ്സ് പറയുന്നവർ ആരാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കമന്റ് ശുദ്രജീവികളാ, അങ്ങനെയുള്ളവരാണ് കമന്റ്സ് പറയുന്നത്. അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതാ, ഒന്നും ചെയ്യാൻ പറ്റാത്ത പറഞ്ഞു തീർക്കുന്നതേ ഉള്ളൂ. ആർക്കും ഒന്നും കൊടുക്കാനും ഇല്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവര് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എത്രയോ ജനങ്ങൾക്ക് നാശം സംഭവിച്ചാണ്, ആ ഒരു ഗ്രാമം തന്നെ പോയതാണ്. തീർച്ചയായിട്ടും ചെയ്തത് നല്ല കാര്യം, ആര് ചെയ്താലും നല്ല കാര്യം. പക്ഷേ ഈ ഡ്രസ് ഇട്ടിട്ട് ഈ സമയത്ത് പ്രശംസ നേടാൻ വേണ്ടി ഞാൻ എന്തൊന്നും മോന്നോക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ വലുതായിട്ട് കാണേണ്ടത്. നന്മ എന്നുള്ളത് പ്രശംസിക്കും വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല. ഒരാള് മനസ്സറിഞ്ഞ്, അതായത് ഒരു കൈ കൊടുത്താൽ പിന്നെ ഒരു കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ, പക്ഷെ അയാള് ഫിലിം ആക്ടർ ആയതുകൊണ്ട് പബ്ലിസിറ്റി വേണമായിരിക്കും, അതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു. അതൊരു വ്യക്തിപരമായ കാര്യമല്ലേ. ഇപ്പോ ആരും അറിയാതെ പോലും കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമുക്കിപ്പോ എല്ലാരും കൊടുത്തെന്നുള്ള ഞാനോ നിങ്ങളോ ആരും പോയിട്ട് ചോദിക്കാറില്ല, എന്ത് നീ ക്യാഷ് കൊടുത്തോ, നീ ക്യാഷ് കൊടുത്തോ. ആരെങ്കിലും തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 10 രൂപ നടത്തുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് ചുമ്മാതെ പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതുപോലെ ചെയ്യായിരുന്നു. പക്ഷെ അയാൾക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് മീഡിയാസിന് മുന്നിൽ വന്നിട്ട് ചെയ്തെന്നാണ് പറഞ്ഞിരുന്നത്. ഒരിക്കലുമല്ല. പുള്ളി ഒരുപക്ഷെ പബ്ലിസിറ്റി ഉള്ള ആൾ തന്നെ, പക്ഷെ അയാളുടെ തീരുമാനമില്ല അയാൾ എന്ത് ചെയ്യണമെന്നുള്ളത്. അതിനിപ്പോ നമ്മളെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് എന്തോ ചെയ്യാൻ കഴിയുന്ന അത് ചെയ്യാം, മറ്റുള്ളവരെ വിമർശിക്കാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇന്നത്തെ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് മോഹൻലാൽ യൂണിഫോം ഇട്ടിട്ട് അങ്ങോട്ട് വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ട് ചെന്നതിനോട് പലരും പല രീതിയിലാണ് അഭിപ്രായം പെടുന്നത്. അതായത് മോഹൻലാൽ അങ്ങോട്ട് ചെന്നു പറഞ്ഞിട്ട്, അതായത് ഷോ ഓഫിന് വേണ്ടി ചെന്നതാണെന്ന് പറയുന്നുണ്ട്. എന്തിനാണ് അദ്ദേഹത്തിന്റെ യൂണിഫോം ഈ സമയത്ത് അങ്ങനെ ചെന്നു പറഞ്ഞിട്ട് പല രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. അതിന് ഞാൻ എന്താ പറയണേ, കാണുമ്പോ ബ്രോക്ക് എന്താ തോന്നുന്നത്? അത് നമുക്കറിയാൻ പാടില്ല. കാണുമ്പോ എന്താ തോന്നുന്നത്? ഞാൻ ന്യൂസ് ഒന്നും കാണാറില്ല. വാർത്ത കണ്ടിട്ടില്ല, ഇന്നത്തെ വാർത്ത കണ്ടിട്ടില്ല. മോഹൻലാൽ എത്തിയത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല. അല്ല, മോഹൻലാൽ എത്തിയതൊക്കെ അറിഞ്ഞതല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള. ചിലപ്പോ പുള്ളിക്ക് ഫെയിമിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അല്ല മീൻസ് ആ ഒരു എന്താണ് കേണൽ എന്നുള്ള ആ ഒരു ഇത് ആൾക്കാർ ഉണ്ണി കാണിക്കാനുള്ള ഒരു അവസരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടേതായ ഒരു ഇഷ്ടത്തിൽ പോയതായിരിക്കും. ഇപ്പൊ ഒരുത്തരുടെ ഇഷ്ടമല്ല എന്താണ് എങ്ങനെയാണ് എന്താ വിശ്വസിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. അല്ല ബ്രോ, കാണുമ്പോ എന്താ തോന്നുന്നത്? ഷോപ്പിന് വേണ്ടി പോയെന്നാണോ പറയുന്നത്? ഷോപ്പിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാനുള്ളത്, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ. എനിക്കങ്ങനെ പുള്ളി അങ്ങനെ പോയാലും ഒന്നുമില്ല, പോയില്ലേലും ഒന്നുമില്ല. ഇപ്പൊ മറ്റേ മേജർ രവി എന്നൊക്കെ പറഞ്ഞ പുള്ളി വിളിച്ചത് കൊണ്ട് ചിലപ്പോ പോയതായിരിക്കാം. ഈ സമയത്ത് മോഹൻലാൽ അവിടേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അവിടെ പോയില്ലേലും പുള്ളിക്ക് ഒന്നും വരാനൊന്നുമില്ല. പുള്ളിക്ക് ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ ഫെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി പോയാലും പോയില്ലേലും ആൾക്കാര് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, പറയില്ലെങ്കിൽ പറയില്ല. ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, കുറെ ആൾക്കാര് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതിലേക്ക് കുറെ നടന്മാര് ക്യാഷൊക്കെ ഡൊണേറ്റ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നും മലയാള നടന്മാരൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ ന്യൂസ് പറഞ്ഞാല് മോഹൻലാല് യൂണിഫോം ഇട്ടിട്ട് അങ്ങോട്ട് പോയി. അതിനെ കുറിച്ചിട്ട് പലരും പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആൾക്ക് ഈ സമയത്ത് എന്തിനാ അങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് ബ്രോക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ, ഈ മോഹൻലാല് ഇവരൊക്കെ പോണത് നല്ലതാണ്. പക്ഷെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കാശായിട്ട് സംഭാവന ചെയ്യണ്ടെങ്കിൽ അത് ആ പാവപ്പെട്ടവരെ കയ്യിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവിടെ കിടന്ന് കുറെ നടനാണ്, നല്ല നമ്മള് ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു നടൻ തന്നെയാണ് ലാലേട്ടൻ. പക്ഷെ അവിടെ കിടന്ന് ഷോ കാണിക്കരുത്.
അതായത് നല്ലതാണ്, നല്ലൊരു രീതിയിലുള്ള സഹായം അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. മോഹൻലാലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയല്ല, ആരായാലും എല്ലാ സെലിബ്രിറ്റിയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ ദുരിത സമയത്ത് നമ്മൾ അവരെ സഹായിക്കാനുള്ള പരിപാടികൾ ചെയ്യാം. മോഹൻലാലിന്റെ ഷോ ഓഫ് ആയിട്ടാണ് ബ്രോക്ക് തോന്നുന്നത്? ഷോ ഓഫ് ആയിട്ട് തോന്നുന്നു എന്നല്ല പറഞ്ഞത്. അതായത് മോഹൻലാല് നല്ലൊരു നടനാണ്. അദ്ദേഹം അവിടെ ചെന്നു, ദുരിതമുഖത്ത് ചെന്നു. അദ്ദേഹം ലെഫ്റ്റനന്റ് കേണലായിട്ട് ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ ചെന്നു, ആളുകളെ സഹായിക്കണം, നേരിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിച്ചാൽ അത് നല്ല കാര്യം എന്നേ പറയാനുള്ളൂ. പക്ഷെ മോഹൻലാൽ എന്നല്ല, ഏതൊരു നടനായാലും ആ ദുരിതത്തിനെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സോട് കൂടി കണ്ട് അവിടെ ചെന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. അവിടെ ചെന്ന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അവിടെ നിൽക്കുക. അല്ലാതെ അവിടെ കടന്ന് കുറെ വീഡിയോ എടുക്കാനും അങ്ങനത്തെ ആ ലെവലിൽ പോയിട്ട് വെറുതെ പ്രശംസ എന്നുള്ള ഒരു സംഭവം ഒരു മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്ത് പറയല്ല, ഏതൊരു സെലിബ്രിറ്റി ആയാലും പ്രശംസ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരാൾ നിൽക്കാൻ പാടില്ല. നിൽക്കാൻ പാടില്ല. അത്രയാണ് നമുക്ക് പറയാനുള്ളത്.